ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സെഗ്മെന്റ് ആണ് ന്യൂസ് പേപ്പർ അനാലിസിസ് ഹിന്ദു. കാരണം ഹിന്ദു പേപ്പർ വായിക്കാൻ പലർക്കും ഡിഫിക്കൽട്ടാണ്. ഇതിൻ്റെ മുഴുവൻ അനാലിസിസ് എന്ന രീതിയിലല്ല, ഇതിനൊരു ന്യൂസ് ലീഡ്സ് ആയിട്ട് കണ്ടാൽ മതി. കാരണം പലർക്കും ഈ ന്യൂസ് പേപ്പറിൽ നിന്നും എന്തൊക്കെയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ കണ്ടെത്തണം. പിന്നെ അതൊക്കെ നിങ്ങൾക്കൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു സെൽഫ് എഫേർട്ടും കൂടെ നടത്താം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പേർപ്പസ് ആയിട്ട് നമ്മൾ ഇതിൽ കാണുന്നത് തന്നെ. അതേപോലെ തന്നെ ഇതിൽ എഡിറ്റോറിയൽസ് ഒക്കെ ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ IAS ഫാക്ടറിൻ്റെ കറണ്ട് അഫയേഴ്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ IAS ഫാക്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നമ്മൾ കൃത്യമായ എഡിറ്റോറിയൽ സമ്മറീസിൻ്റെ സമ്മറി ഇട്ട് പോകുന്നുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് ആ ടോപ്പിക് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. സോ ഡെഫിനറ്റ്ലി ഞാൻ എടുത്തിരിക്കുന്നത് നാഷണൽ ഇതിൽ ഡൽഹി പേജാണ്. അതിൻ്റെ റീജിയണൽ പേജ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ പത്രം നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൽ നമുക്ക് ഇന്ന് നോക്കാം നമുക്ക് എത്രത്തോളം ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട് പേജിൽ നമുക്കറിയാം, ഫ്രണ്ട് പേജിൽ വരുന്ന വാർത്തകളെല്ലാം ന്യൂസ് പേജ് എന്ന് പറയുന്ന പേജിലേക്കും അത് എത്തും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തന്നെ കീപ് ഗോഡ്സ് എവേ ഫ്രം ദ പൊളിറ്റിക്സ്, സുപ്രീം കോർട്ട് സ്റ്റൈൽ നായിഡു. ബിക്കോസ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഈ ഇഷ്യൂവിൽ നമ്മൾ ഇവിടെ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ നിങ്ങൾക്കറിയാം ഡെഫിനറ്റ്ലി സുപ്രീം കോർട്ട് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. സോ അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലഡ്ഡു കോൺസെപ്റ്റ് തന്നെയാണ്, തിരുപ്പതി ലഡ്ഡു. സോ തിരുപ്പതി ലഡ്ഡു ഡിബേറ്റിൽ നിങ്ങൾക്കറിയാം അതിൽ ആനിമൽ ഫാറ്റൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വായിച്ചു പറയുന്ന സുപ്രീം കോടതി പോലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എവിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നതിന് മുന്നേ നമ്മൾ അതിനു വേണ്ടി പറയരുത്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നമ്മൾ റിഫ്രെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ UPSC എങ്ങനെയൊക്കെയാണ് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പതി ലഡ്ഡു നമുക്കറിയാം GI ടാഗ് ഉള്ള ഒരു ഇപ്പം നിങ്ങൾക്ക് അറിയണം എന്താണ് ഈ GI ടാഗ്, ഏതൊക്കെ പ്രൊഡക്റ്റുകൾക്കാണ് GI ടാഗ് കൊടുക്കുന്നത്, എന്തിനാണ് GI ടാഗ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ അത് വളരെ നല്ലതാണ്. സോ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വാർത്തയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ അപ്പോൾ ഇതാണ് ബേസിക്കലി ഇതിൽ പറയുന്നൊരു വലിയ വാർത്ത. അതായത് കോടതി പറയുന്ന സംഭവമാണ് ദൈവങ്ങളും പൊളിറ്റിക്സും ഒക്കെ മാറ്റി നിർത്തിയിട്ട് കീപ് ഗോഡ്സ് അവേ ഫ്രം പൊളിറ്റിക്സ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൽ GI ടാഗും തിരുപ്പതി ലഡ്ഡു എന്ന് പറയുന്ന ഒരു സംഭവം ഇതിലുണ്ട്. ഈ ജമ്മു കാശ്മീർ ഇലക്ഷനും മറ്റു കാര്യങ്ങളും നാഷണൽ പേജിലുള്ളതുകൊണ്ട് ഞാൻ അവിടെയും കൂടെ വരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്, അതായത് കോർ സെക്ടർ ഔട്ട്പുട്ട് ടാങ്ക്സ് ഫോർ ദ ഫസ്റ്റ്. ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു ന്യൂസ് ഐറ്റമാണ്. എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത പ്രിലിംസിന് വേണ്ടിയാണെങ്കിലും മെയിൻസിന് വേണ്ടിയാണെങ്കിലും ഈ പറയുന്ന പോലെ 8 കോർ സെക്ടേഴ്സ് ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ ന്യൂസ് മാത്രം പഠിച്ചു വെക്കാന്നല്ല ഞാൻ പറയുന്നത്, കാരണം ഇത് ഓരോ മാസവും ഇതിൻ്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 8 കോർ ഇൻഡസ്ട്രീസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ UPSC പ്രിപ്പറേഷന് ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ടെത്തേണ്ടത്. അടുത്ത ഒരു വർഷം നോക്കിക്കോ, പ്രിലിംസിന് മുന്നേ ഇതൊരു മിനിമം ഇങ്ങനത്തെ ഒരു വാർത്ത ഒരു 30 പ്രാവശ്യമെങ്കിലും വന്നിരിക്കും, ഈ കോർ സെക്ടർ ഔട്ട്പുട്ട് മാറി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇതിലും നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് ആ കോർ സെക്ടർ ഔട്ട്പുട്ട് എന്നുള്ളത് നോക്കാൻ പറ്റും. സോ കോർ സെക്ടർ സ്ലിപ്പ് ടു a 9-month low in August. 6 of 8 ഇൻഫ്രാസ്ട്രക്ചർ വിറ്റ്നസ്ഡ് ആൻഡ് കോൺട്രാക്ഷൻ. ഇപ്പോൾ ഇത് കൂടി കുറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ കൂടി കുറഞ്ഞു എന്ന് പറയുന്നതിൽ നമ്മൾ കണ്ടെത്തേണ്ട ഇത്ര മാത്രം ഏതൊക്കെയാണ് സോ അതിന് വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഫെക്സ് ആക്രോണിം ഉണ്ട്, ഫെർട്ടിലൈസർ, ഇലക്ട്രിസിറ്റി, സിമെന്റ്, സ്റ്റീൽ, അതേപോലെ നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോൾ എന്നൊക്കെ പറയുന്ന ഓർഡറിൽ നിങ്ങൾ ആ 8 ഇൻഡസ്ട്രി എന്തെങ്കിലും ഒരു വാക്ക് വെച്ച് ഓർത്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു ന്യൂസ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒന്നാണ്. പിന്നെ ഉള്ളത് ED ഫൈൽസ് അഗെയിൻസ്റ്റ്. ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടത് ഈ മൂഡ കേസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം അത് മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റീനെയാണ് ഈ മൂഡ കേസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം ഒരു വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലാൻഡ് അക്വിസിഷൻ ഒക്കെ വേണ്ടി വരും. കാരണം ഒരുപാട് ലാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കൊച്ചി മെട്രോ ഒക്കെ ഉണ്ടാക്കിയപ്പോഴും ഒരുപാട് സ്ഥലമൊക്കെ വിട്ടുകൊടുത്താലല്ലേ നമുക്ക് ഇങ്ങനത്തെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനത്തെ ഈ അക്വിസിഷൻ ഏജൻസീസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതേപോലെ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്താണ് മൂഡ എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണി ലോണ്ടറിങ്ങും ആയിട്ട് ബന്ധപ്പെട്ട് PMLA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്താണെന്നും
അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മണി ലോണ്ടറിങ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ PMLA എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്താണ്, ED എന്താണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ED ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് മിനിസ്റ്റർ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പ്രിലിംസിന് ചോദിക്കാം. അപ്പോൾ ED എന്ന് കാണുമ്പോൾ ഇത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്താണ് ഈ സംഭവം എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത്. സോ മൂഡ കേസ് എന്താണെന്നും കൂടെ, എന്താണ് മൂഡ എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഏത് കോൺടാക്സിലാണെന്നുള്ളത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് വളരെ ചെറിയൊരു വാർത്തയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാവുന്ന ഒന്നാണിത്. കാരണം അസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ദ പൊബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ അസാം ആൻഡ് അസാംസ് കാസിരംഗ. അപ്പോൾ റൈനോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ആനിമൽസും ബയോഡൈവേഴ്സിറ്റിയും, it's a very sought out area of the UPSC because they ask a lot of questions from that. And also make sure ഈ ഇങ്ങനത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ വരുമ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൊബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതേപോലെ അസാമിൻ്റെ ഒക്കെ ഇതൊക്കെ എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ കാസിരംഗയെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വായിച്ച് തയ്യാറാവണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. സോ അടുത്തത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ബുള്ളറ്റ് ട്രെയിൻ ആണ്. ജപ്പാനും ഇന്ത്യയിലെ കുറേ ആൾക്കാർ ജപ്പാനിൽ പോയിട്ട് നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറയുന്നത് മുംബൈ, മോഡിയുടെ ഏറ്റവും പെറ്റ് പ്രൊജക്റ്റായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ആണ്. ഇതിൽ നമുക്ക് കാണാം മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രൊക്യൂർമെൻറ്റും ഇതിൻ്റെ കോസ്റ്റും, ഈ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയിൽ വന്നാൽ ഇതിൻ്റെ ഫംഗ്ഷനിങ്ങും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ജപ്പാനിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ജപ്പാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Japan is providing all the technical support and technology for running the bullet trains. So this is also key. ജപ്പാന്റെ സഹായത്തോടെയാണ് പോകുന്നത്. സോ കോസ്റ്റും ഒരു വലിയ ചർച്ചയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതിന്റെ കോസ്റ്റ് റിലേറ്റഡ് ആസ്പെക്ട് നിങ്ങൾക്ക് ഇത് വായിച്ചാൽ ഇത് മനസ്സിലാവും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ UPSC പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബുള്ളറ്റ് ട്രെയിൻസ് എങ്ങനെയാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻസിന്റെ ഒക്കെ ഒരു ആപ്ലിക്കബിലിറ്റി എന്താണ് ഇന്ത്യയിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇന്ത്യ ആൻഡ് ബുള്ളറ്റ് ട്രെയിൻസ്, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ആൻഡ് ഹൗ ഇസ് ഇന്ത്യ ഡെവലപ്പിംഗ് ഇൻ ഇറ്റ്. ആൻഡ് അതേപോലെ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ചിട്ടും നമുക്ക് നല്ലോണം ഒരു ധാരണ ഇന്ത്യയിൽ നമുക്ക് ഉണ്ടാവണം. കാരണം പ്രിലിംസിന് ചോദിക്കാം ബുള്ളറ്റ് ട്രെയിൻസിന്റെ ഫെസിലിറ്റി ഫീച്ചേഴ്സ് എന്താണ്, എസ്പെഷ്യലി സ്പീഡ് എന്താണ്, അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടേണ്ട ആവശ്യമില്ല. കാരണം അത് ഇതിന്റെ കാരണമാണ് അത് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു വാർത്തയാണ്. സുപ്രീം കോടതി ഒരു സാധാരണ ഒരു ഡെയിലി വേജറിന്റെ ആൾക്ക് വെറും 17,500 രൂപ മാത്രമേ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് അത് വലിയൊരു തുക ആയതുകൊണ്ട് തന്നെ ആ ഫീസ് അദ്ദേഹത്തിന് അടയ്ക്കാൻ കഴിയുന്നില്ല. സോ അതുകൊണ്ട് സുപ്രീം കോടതി ഇടപെട്ടിട്ട്, IIT ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ഒരു കുട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ട് IIT ഡോറ് ഫീസ് ഇല്ലാത്തത് കൊണ്ട് അത് സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതൊരു നല്ല പ്രവൃത്തിയാണെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷണലി സുപ്രീം കോടതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ആർട്ടിക്കിൾ 142 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അടുത്ത പ്രാവശ്യം പ്രിലിംസിനൊക്കെ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. എന്താണ് ഈ ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത്, നമ്മളൊന്ന് എടുത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റോടെ ആയിരിക്കും 142. സോ ആ 142 അഡ്മിഷന് 142 ഉപയോഗിച്ചിട്ടാണ് അഡ്മിഷൻ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പവറിനെ മുകളിൽ കൂടെ ഒരു ഇക്വിറ്റബിൾ ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന പ്രൊവിഷനാണ് 142. നിലവിലുള്ള സാധനത്തിനെ മറികടന്നോ അല്ലെങ്കിൽ മുകളിലൂടെ ഒരു നല്ല ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരാനോ ജസ്റ്റിസ് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആർട്ടിക്കിൾ 142 എന്താണെന്നുള്ളത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഫ്രണ്ട് പേജിൽ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന വാർത്തകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഉള്ളതെല്ലാം ഞാൻ ഡൽഹിയെ എടുത്തതുകൊണ്ടാണ് ഡൽഹി ന്യൂസ് പേപ്പറിന്റെ മേജർ ആയിട്ടുള്ള വരുന്നത്. പിന്നെ സ്റ്റേറ്റുകൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും, നമുക്കിതിനകത്ത് വിന്റർ ആക്ഷൻ പ്ലാൻ ഇതൊക്കെ ഡൽഹിയിലെ വരുന്നതാണ്. ഡൽഹി ഗ്രീൻ വാർ റൂം എന്ന് പറയുന്നത് ഒരു വിന്ററിന്റെ പ്ലാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതേപോലെ ഇതിൽ ടീ ട്രൈബ്സ് എന്താണെന്നുള്ളൊരു വാർത്തയുണ്ട്. നമ്മളിത് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കേണ്ടത് ടീ ട്രൈബ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരുപാട് ആൾക്കാർക്ക് ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റാറ്റസിലേക്ക് പോകണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആരാണ് ജാർഖണ്ഡിലെ ഷെഡ്യൂൾ ടീ ട്രൈബ്സിനെ കുറിച്ചിട്ടാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. പിന്നെ ഇതിനകത്ത് കാര്യമായിട്ട് വന്ന വാർത്തകൾ നമുക്കിനി അടുത്ത പരസ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കാണുന്നത് മഹാരാഷ്ട്ര ക്യാബിനറ്റ് ക്ലിയേഴ്സ് ഹൗസിംഗ് ഫോർ പ്രൊജക്ട് എഫക്റ്റഡ് ഇൻ മുംബൈ സോൾട്ട് പാൻ. അപ്പോൾ അവിടെയുള്ളവർക്ക് ഹൗസിംഗ് പ്രൊജക്റ്റുകൾ വെച്ച് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. സോ കുറച്ച് പൊളിറ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്.
നമുക്ക് നമുക്ക് പറഞ്ഞില്ല, ഒരു പൊളിറ്റിക്കൽ വാർത്തയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെടുത്ത് ഇനി അത് പൊളിറ്റിക്സ് ആണ് വായിക്കണമെന്നല്ല, നമ്മളത് എടുത്ത് നോക്കണം. നമുക്കതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് എടുക്കാനുണ്ടോ, നമുക്ക് നാളെ എസ്സേക്കോ അല്ലെങ്കിൽ ആൻസർ റൈറ്റിങ്ങിനോ എന്തെങ്കിലുമൊക്കെ ഉപകരിക്കുന്ന ഒരു പോയിന്റ് കാണാനാണെങ്കിൽ നമ്മളത് അങ്ങ് എടുത്താൽ മതി. അപ്പൊ ഇതിൽ തന്നെ ഉദാഹരണത്തിന് ഇത്രയും ആൾക്കാർക്ക് സോൾട്ട് പാൻ. അപ്പൊ എന്താണ് ഈ സോൾട്ട് പാൻ എന്ന് പറയുന്നത്? സോൾട്ട് പാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്ന് എടുത്ത് നോക്കേണ്ടതാണ്. ജോഗ്രഫി പെർസ്പെക്റ്റിലാണെങ്കിലും സോൾട്ട് പാനിന്റെ അടുത്ത് എന്താണ് ഈ സോൾട്ട് പാൻ എന്നുള്ളതും കൂടെ ഒന്ന് പത്രത്തിലൊരു വാർത്ത വരികയാണ്, നമുക്ക് സോൾട്ട് പാൻ എന്താണെന്ന് അറിയില്ല, അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം അത് പോയി കണ്ടുപിടിക്കാന്നുള്ളത്. അതേപോലെ അവിടുത്തെ ഇൻഡിജിനസ് കൗ ബ്രീഡ്സിനെ എല്ലാം രാജ്യമാത ഗോമാത സ്റ്റാറ്റസ് കൊടുത്തിട്ട് അത് വിളിക്കുകയാണ്. അപ്പൊ ഇന്നു മുതൽ രാജ്യമാത ഗോമാത എന്നൊരു സ്റ്റാറ്റസിലാണ് അവിടുത്തെ ഇൻഡിജിനസ് കൗ ബ്രീഡിനെ വിളിക്കുന്നത്. നാളെ എപ്പോഴെങ്കിലും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് കൗ അല്ലെങ്കിൽ കൗ പ്രൊട്ടക്ഷൻ ഒക്കെ ചോദിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ഇതേപോലെ ഇൻഡിജിനസ് കൗ ബ്രീഡ്സിനെ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എഴുതാൻ സാധിച്ചാൽ വെരി ഗുഡ്. അപ്പൊ അതിന് ഈ ഒരു ആർട്ടിക്കിളിന് അത്രയും കണ്ടാൽ മതി, അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം കണ്ടാൽ മതി. പിന്നെ ഉള്ളത് സ്റ്റേറ്റിന്റെ തന്നെ, ഇത് മുംബൈയിൽ തന്നെ നമുക്ക് അങ്ങനെ എക്സസീവ്ലി ഓരോ സ്റ്റേറ്റിന്റെ സാധനങ്ങളും എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട സതേൺ സ്റ്റേറ്റ്സിലെ കാര്യമാണ് പറയുന്നത്. സോ ഇതിലെ പൊളിറ്റിക്കൽ വാർത്തകൾ നമുക്ക് ആവശ്യമുള്ള UPSCക്ക് ആവശ്യമുള്ള വാർത്തകളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് എഡിറ്റോറിയൽ പേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ IAS ഫാക്ടറിന്റെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സ് ഉണ്ട്. അതിൽ നമ്മുടെ IAS ഫാക്ടർ ആപ്പിൽ പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന് ഒരു സെക്ഷൻ എടുത്താൽ 2025 UPSC എടുത്തു കഴിഞ്ഞാൽ അതിൽ കറണ്ട് അഫയേഴ്സിനകത്ത് നമ്മൾ എഡിറ്റോറിയലിന് സെപ്പറേറ്റ് ക്ലാസ് ആണ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇതെങ്ങനെ 5 മിനിറ്റ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ വെറുതെ ഇങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് പോവാത്തത്. ഇപ്പോൾ ഉദാഹരണം, ഹാവിംഗ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ന്യൂക്ലിയർ ഇന്ത്യ, ഈ പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുള്ളത് ഇപ്പം ഇതിൽ തന്നെ നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. BSR എന്താണെന്ന് ഇതിൽ ചോദിക്കുന്നുണ്ട്. ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ എക്സാമ്പിൾ ആണ്, BSR എന്താണ്, അതേപോലെ അറ്റോമിക് എനർജി ആക്ട് ഇന്ത്യയുടെ അതെന്താണ്, അതിന്റെ പ്രൊവിഷൻസ് എന്താണെന്ന് ഇത് പറയുന്നുണ്ട്. ഇതൊക്കെ പ്രിലിംസിനും മെയിൻസിനും ചോദ്യമാവാവുന്നതാണ്. പിന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാന സംഭവമാണ് CLNDA എന്ന് പറയുന്നത്, സിവിൽ ലയബിലിറ്റി ഓഫ് ന്യൂക്ലിയർ ഡാമേജ്. CLNDA എന്താണ് എന്നൊക്കെ ചോദിക്കാം. എന്തൊക്കെ പോളിസീസ് ആണ് ഇനി ഗവൺമെന്റ് കൊണ്ടുവരേണ്ടത്, ന്യൂക്ലിയർ എനർജി കുറച്ചുകൂടെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വേണമെന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ചോദ്യം. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡെപ്തി പോകണം. അതുകൊണ്ടാണ് ഞാനിതൊന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ അതേപോലെ ഈ ആർട്ടിക്കിൾ ഇന്ത്യ സിൽവർ ഡിവിഡൻഡ്, നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഒക്കെ പറയുന്ന പോലെ ഇപ്രാവശ്യം ഡെമോഗ്രാഫിക് വിന്റർ ഉള്ള പോലെ എന്താണ് ഈ നമ്മൾ ഇതിൽ എടുത്തു പറയുന്നത്, എന്താണ് ഈ സിൽവർ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിൽ എടുത്തു പറയുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരുടെ സിൽവർ എക്കോണമി, അതൊരു വലിയ ചോദ്യമാണ്. എന്താണ് ഈ സിൽവർ എക്കോണമി? See, we have discussed a varied type of economies, including blue economy. So here we bring another important topic, which is called a silver economy. So what exactly is a silver economy? ചോദിക്കാവുന്നതാണ് UPSCക്ക് മെയിൻസിനും ഒക്കെ. വയസ്സായിട്ടുള്ള എൽഡർലി ആൾക്കാർക്ക് വേണ്ടിയുള്ള അവരായിട്ട് ബന്ധപ്പെട്ട എക്കോണമി ഡെവലപ്മെന്റും പർച്ചേസും കാര്യങ്ങളാണ് സിൽവർ എക്കോണമി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ഇതിനകത്ത് അഗൈൻ ആം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അവർക്കുള്ള ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ്. ഇത് ഉദാഹരണത്തിന് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ആമിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ എഡിറ്റോറിയൽസ് വായിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എടുത്താൽ നമുക്കത് ചോദ്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മുഴുവൻ മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. സോ അതാണ് ഞാൻ ഇതിൽ ആദ്യമേ ഡിസ്കസ് ചെയ്ത് പോയത്. പിന്നെ അടുത്തതിൽ പറയുന്നൊരു ഇതെന്ന് പറയുന്നത് ഒരു പുരസ്കാരത്തിനെ കുറിച്ചിട്ടാണ്, രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ, ഒരു സയൻസ് പ്രൊജക്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം അവാർഡിനെ കുറിച്ചിട്ട്. ഇനി അടുത്തതാണ് നാഷണൽ ന്യൂസിനെ കുറിച്ച് നമ്മൾ എത്തുന്നത്. നമുക്കറിയാം ഫസ്റ്റ് പേജിൽ നിന്ന് വന്ന ന്യൂസുകളാണ് ഇതിൽ വന്നത്. നമ്മൾ കോർ ഔട്ട്പുട്ടിനെ കുറിച്ച് വായിച്ചു, കോടതി തിരുപ്പതി ലഡ്ഡുവിന്റെ കാര്യം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു, ബുള്ളറ്റ് ട്രെയിൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, IITയുടെ കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി ഇവിടെ സുപ്രീം കോർട്ടിന്റെ വാർത്തയുണ്ട്, ബംഗാൾ ഗവൺമെന്റ് ഓവർ ഇൻഫ്രാസ്ട്രക്ചറൽ ഡിലേ. നമുക്കറിയാം RJ കാർ മെഡിക്കൽ കോളേജിൽ നടന്ന റേപ്പും മർഡറും അതായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ സുപ്രീം കോടതി പറയുകയാണ്, അതായത് CBI അടുത്തും ഡയറക്ഷൻ കൊടുക്കുകയാണ്, ആ കോളേജിൽ തന്നെ ഇതായിട്ട് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി നടത്തിയതോ അല്ലെങ്കിൽ ഈ മർഡറോ ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ ഇഷ്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് അറിയാവുന്നതാണ്. പിന്നെ അതേപോലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മണിപ്പൂരിൽ ആഫ്സ്പ. ഇങ്ങനത്തെ ഒരു വാർത്ത വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ജോഗ്രഫി പെർസ്പെക്റ്റീവിൽ ഞാൻ ഇനിയും പറയുന്നു, എവിടെയാണ് മണിപ്പൂർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മാപ്പിലെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ബോർഡേഴ്സ് ഓഫ് മണിപ്പൂർ എന്ന് ചോദിച്ചാൽ പലർക്കും അറിയുന്നില്ല, അല്ലെങ്കിൽ അസാം ആണോ മേഘാലയ ആണോ നാഗാലാൻഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അപ്പോൾ ആ ബോർഡർ മാപ്പിൽ ഒന്ന് കണ്ടുപിടിക്കുക. ആഫ്സ്പ, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്, ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ. ദിസ് ഹസ് ബീൻ ആസ്ക്ഡ് മെനി ടൈംസ്. ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്നതാണ്, ആഫ്സ്പ പിൻവലിക്കണോ? നമുക്കറിയാം പട്ടാളം അല്ലെങ്കിൽ മിലിറ്ററി അവിടുത്തെ
പ്രധാനപ്പെട്ട പവേഴ്സ് ഏറ്റെടുക്കുന്നതാണ്. സോ അവിടെ ഇനി 6 മാസം കൂടെ വേണം, കാരണം അവിടെ ഒരുപാട് വയലൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആർമി തന്നെ ഇത് നേരിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ആഫ്സ്പയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർമി ഇതിന്റെ ഡിമെറിറ്റ്സ് എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ആഫ്സ്പ എന്താണെന്നും കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഐ തിങ്ക് യു ക്യാൻ ഫൈൻഡ് ഔട്ട് മോർ. ആഫ്സ്പ ഇനിയും ചോദിക്കും ഇതേപോലത്തെ ഒരുപാട് വാർത്തകൾ. അതേപോലെ ഇതിൽ പിന്നെ ഇതേപോലെ ഗവൺമെന്റ് വാർത്തകളൊക്കെ വരും. അതായത് 8 കോർ ഇൻഡസ്ട്രി ഗവൺമെന്റ്, കോൺഗ്രസ് BJP കുറ്റപ്പെടുത്തും, BJP കോൺഗ്രസിനെ കുറ്റപ്പെടുത്തും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കോട്ടെ. പക്ഷെ നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ നമുക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഫാക്ട് എടുക്കാനുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. 8 കോർ ഇൻഡസ്ട്രീസ് നമ്മൾ എന്തായാലും കണ്ടെത്തണം. പിന്നെ സുപ്രീം കോടതിയിൽ ഈ വാർത്ത എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അരവിന്ദ് കെജ്രിവാളിനെയും പുതിയ ഡൽഹി ചീഫ് മിനിസ്റ്ററായ അതിഷിക്കുമെതിരെ ഡിഫമേഷന് ഓൾറെഡി കേസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫമേഷൻ പ്രൊസീഡിങ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി. എന്താണ് ഡെഫമേഷൻ? നമ്മൾ മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കുന്ന പറയുന്ന പോലെ എന്താണ് ഈ ഡെഫമേഷൻ എന്ന് പറയുന്നത്? ഈവൻ മോഡിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇതിന് വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഡെഫമേഷൻ. സോ യു ഷുഡ് ബി നോയിങ് വാട്ട് എക്സാക്ട്ലി ഈസ് ഡെഫമേഷൻ. അറിയില്ലെങ്കിൽ അതൊന്ന് എഴുതി വെച്ചിട്ട്, ഡെഫമേഷൻ ഇന്ത്യയുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എന്താണ് അക്കോർഡിംഗ് ടു പ്രോസിക്യൂട്ട് ഡെഫമേ അക്കോർഡിംഗ് ടു സെക്ഷൻ 199 ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് കോഡ്. സോ എന്താണ് ഇങ്ങനത്തെ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഡെഫമേഷൻ അറിഞ്ഞിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും കൂടെ ഞാനിതിൽ റിപ്പീറ്റ് ചെയ്യുന്നു. സോ പിന്നെ ഇതിനകത്തുള്ളത് എയർ ചീഫ് മാർഷൽ AP സിംഗ് ടേക്ക് ഓവർ എയർ ചീഫ്. ഇതേപോലത്തെ അപ്പോയിന്റ്മെന്റുകളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇവരെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് എഴുതി പേര്. ഇവരെ അടുത്ത എയർഫോഴ്സ് ചീഫാണ്. അപ്പോൾ ഈ എടുത്തു പറയേണ്ട കാര്യം, ഇപ്രാവശ്യം പ്രിലിംസ് പരീക്ഷയ്ക്ക് നമുക്കറിയാം ആർമി എയർഫോഴ്സ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആർമി, എയർഫോഴ്സ്, അതേപോലെ നേവി, ഇവരുടെയൊക്കെ റാങ്കുകൾ ഒന്ന് ഓർത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. നമുക്കറിയാം, ഇപ്പം നമ്മൾ പറയും ആർമിയിൽ നമ്മൾ ലെഫ്റ്റനന്റ് ആവും, അതേപോലെ ക്യാപ്റ്റൻ ആവും, പിന്നെ മേജർ ആവും, ലെഫ്റ്റനന്റ് കേണൽ ആവും, പിന്നെ അങ്ങോട്ട് ബ്രിഗേഡർ ആവും. അങ്ങനെ നമ്മൾ മേജർ ജനറൽസ്, അങ്ങനെ അടുത്ത മുകളിലേക്ക് പോകുന്ന ഈ ഒരു ഓർഡർ. അതായത് ആർമിയിലെ മേജർ എന്ന് പറയുമ്പോൾ എയർഫോഴ്സിലെ ആരാണ്? സ്ക്വാഡ്രൺ ലീഡർ ആണോ, അതേപോലെ വിങ് കമാൻഡർ ആണോ എന്നൊക്കെ നമുക്ക് അറിയണം. ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ, ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, അതുകൊണ്ട് ഞാനത് എടുത്ത് ഇവിടെ ഈ ചോദ്യം ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ ഇത്തരം സാധനങ്ങളും കൂടെ എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാർത്തയായിട്ട് എനിക്ക് തോന്നി. ഇത് വളരെ ഇമ്പോർട്ടൻറ്റും ആയിട്ട് എനിക്ക് തോന്നിയൊരു ന്യൂസാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം 1 സെക്കൻഡ് ഇതൊന്ന് ലോഡ് ചെയ്തോട്ടെ, 1 സെക്കൻഡ്. സോ ചെറിയൊരു വാർത്തയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ലോഡിങ്. വാർത്ത ഇതാണ്: ട്രൈ സ്ട്രെസ്സസ് ഓഫ് ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. എന്താണ് ഈ ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ? അത് എന്താണ് ഇതിൽ ട്രൈ എന്നറിയണം. എന്താണ് ട്രൈ എന്ന് പറയുന്ന ഏജൻസി എന്താണെന്ന് അറിയണം. അതേപോലെ എന്താണ് ഈ ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്? മുമ്പ് നമുക്ക് അനലോഗ് ആയിരുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ വരികയാണെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് വരുന്നത്? അതായത് ഇത് ഓപ്പൺ ആവാത്തത് കൊണ്ടാണ്. അതിനകത്ത് ഒന്ന് പോയിരുന്നെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാമായിരുന്നു. ആക്ച്വലി യെസ്, കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്ന സംഭവമുണ്ട്, ഈ പണ്ട് അഡ്വാൻറ്റേജ് ഓഫ് ഡിജിറ്റൽ റേഡിയോ പറയുന്ന സംഭവം വളരെ ഇതാണ്. അതായത് ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ആണെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗിൽ 3 to 4 ചാനൽസ് സിംഗിൾ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാം. അനലോഗ് എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതും ഒരു വലിയ ചോദ്യമാണ്. എന്താണ് ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളതും മെയിൻസിനും ഒക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പ്രിലിംസിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്? എത്ര ചോദ്യം, എത്ര നമ്മൾ ഡെയിലി മനസ്സിലാക്കിയാൽ മതി. പേപ്പർ വായിച്ച എത്ര ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കിട്ടാമെന്നല്ലേ. പിന്നെ അതേപോലെ ജമ്മു കാശ്മീരിലെ ഫൈനൽ ഫേസ് ഓഫ് ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നിയത് 370, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 370യെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 370 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാശ്മീരിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ഇല്ല. അതൊന്ന് എടുത്ത് നോക്കിയാൽ നല്ലതാണെന്ന് തോന്നി എനിക്ക്. അതിൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. 370 എന്ന് പറയുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകൾ അപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് എടുത്തു തോന്നിയൊരു കാര്യം പറയേണ്ടത് NHRC ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സുമോട്ടോ കേസ് എടുത്തു എന്നുള്ളതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് NHRC മിനിമം ഒരു 100 പ്രാവശ്യമെങ്കിലും അടുത്തൊരു വർഷം നമ്മുടെ പരീക്ഷയ്ക്ക് വരും. അപ്പം ഇതെന്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് NHRC എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. എന്താണ്, ആരാണത് ഹെഡ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ അല്ലയോ? ഇതൊരു ജുഡീഷ്യൽ ബോഡിയാണോ? ഇതിന്റെ പവർ എന്താണ്? ആരാണ് ഇതിന്റെ പവർ ഹെഡ് ചെയ്യുന്നത്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞിരുന്നാൽ ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ സിനിമയുടെ എമർജൻസി എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വേറെ കാര്യമൊന്നും അല്ല.
ഈ CBFC എന്ന് പറയുന്ന ഒരു ഏജൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റും. സെൻട്രൽ ഈ എന്താ പറയുക ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന CBFC എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിന്റെ ഫംഗ്ഷനിങ് എന്താണ്, ഇത് ആരാണ്, ഇത് എവിടെയാണ് ഇത് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത്, ഇത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ഏജൻസി ആണോ, ഇതെന്താണ്, എന്ത് തരം ബോഡിയാണ്, ഇതിന്റെ പവേഴ്സ് എന്താണ്, ഇത് ആരാണ് ഹെഡ് ചെയ്യുന്നത്, ഇതൊക്കെ പ്രിലിംസിന് ചോദ്യമാവാം. നമ്മൾ വെറുതെ ഇതൊന്നും ഏതെങ്കിലും ബുക്കിൽ പോയി പഠിക്കാന്ന് വിചാരിക്കേണ്ട. അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടെത്തുക. സിമിലർ ആയിട്ട് നമുക്കിവിടെ കാണാവുന്ന ഒരു ന്യൂസ് ആണ്. അഗൈൻ മിഥുൻ ചക്രവർത്തിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നു. പഴയ നടനാണ്, നമ്മുടെ പഴയ ഡാൻസിങ് സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ ഇതില് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ NDRF, ഇതിൽ അഗൈൻ ഫ്ലഡിന്റെ വാർത്തകൾ വന്ന സമയത്ത് NDRF എന്താണെന്നും കൂടെ ഉണ്ട്. നമുക്കറിയാം വാട്ടർ ലെവൽസ്. NDRF എന്ന് പറയുമ്പോൾ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവരവിടെ ചെയ്യുന്നത്, NDRFനെ വിളിച്ചു വരുത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് NDRFനെയൊക്കെ വിളിച്ചു വരുത്തുന്നതെന്നും കൂടെ ഓർത്ത് വെക്കുക. എന്താണ് NDRF എന്നും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ന്യൂസ് ആണ്. നമുക്ക് മെയിൻസിന് ആൻസർ റൈറ്റിംഗിലും ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. എന്താണ് NUDM? നമ്മൾ ഗവേണൻസിന്റെ ഒക്കെ ആൻസർ, എസ്പെഷ്യലി GS പേപ്പർ 2, മെയിൻസിന്റെ ഒക്കെ GS പേപ്പർ 2 ഒക്കെ എഴുതുന്ന സമയത്ത് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് യു ക്യാൻ റൈറ്റ് നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ NUDM. വേറൊന്നുമല്ല, ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള മുനിസിപ്പൽ സർവീസസ് അക്രോസ് ദ കൺട്രി അതെല്ലാം നമുക്ക് ഇനി എല്ലാം ഡിജിറ്റൈസ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ മുനിസിപ്പൽ സർവീസസ് ഒക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് NUDM. ഉറപ്പായിട്ടും നമുക്ക് ഏതെങ്കിലും ആൻസർ ഒക്കെ എഴുതുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്ന ഒരു വാർത്തയാണ് NUDM എന്ന് പറയുന്നത്. അതേപോലെ ഓപ്പറേഷൻ ചക്ര 3 CBIയുടെ സൈബർ ക്രിമിനൽസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് പ്രൈം മിനിസ്റ്റർ വെസ്റ്റ് ഏഷ്യയിലെ കോൺഫ്ലിക്റ്റ് ആണ്. ഇസ്രായേൽ പാലസ്തീൻ, ഇപ്പോൾ ഇസ്രായേലും ലെബനനും കൂടെ വന്നിട്ടുണ്ട്, ഹെസ്ബുള്ള എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സംഭവം നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് 10 കോടി രൂപ എയിംസിന് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ഇൻഡസ്ട്രിയൽ സെക്ടർ. നീതി ആയോഗ് പറയുന്ന ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 1 സെക്കൻഡ്, ഇത് ഒന്ന് ലോഡ് ആയിക്കോട്ടെ. ഐ ജസ്റ്റ് കം അപ്പ് വിത്ത് ഇതിലൂടെ കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടർ വളരെ ഫാസ്റ്റ് പേസിലാണ് ഗ്രോ ചെയ്യുന്നതെന്നാണ് നീതി ആയോഗിന്റെ CEO പറയുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, ഈ മിനിസ്ട്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. MOSPI, ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഈ മിനിസ്ട്രി എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം ഇതൊക്കെ ചോദ്യമായിട്ട് വരാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ് നീതി ആയോഗ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പല കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേൾക്കും. ചിലപ്പോൾ മറ്റ് പാർട്ടി പറയും ഇങ്ങനെയല്ല. നമ്മൾ മേജർ ആയിട്ടുള്ള ഗവൺമെന്റ് ബോഡീസ് പറയുന്ന സംഭവങ്ങൾ എടുക്കുക, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡൽഹി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓവർ ലാക്ക് ഓഫ് റെസ്പോൺസ് ഓഫ് ഗ്രീൻ കവർ, ഒരുപാട് മരങ്ങൾ മുറിച്ചത്, ഡിഫോറസ്റ്റേഷൻ നടത്തിയതിന്റെ ഒരു കേസിനായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മേജർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോറസ്റ്റ് കവർ, you can just see attempt felling of trees, മരങ്ങൾ മുറിച്ചതിന്റെ കേസ് ഇവിടെ പറയുന്നത്. ഫെല്ലിംഗ് ഓഫ് ട്രീസ് ഇൻ ദ പ്രൊട്ടക്റ്റഡ് ഡൽഹി റിഡ്ജ് ഏരിയ. ഡൽഹി റിഡ്ജ് ഏരിയയിൽ മരങ്ങൾ മുറിച്ചതിന്റെ ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അമിക്കസ് ക്യൂറി എന്താണെന്നുള്ളത്, നിങ്ങൾ സിനിമയിൽ കേട്ടിട്ടുണ്ടാവും, സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അപ്പോൾ എന്താണ് ഈ അമിക്കസ് ക്യൂറി എന്ന പ്രൊവിഷൻ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ അതും ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രിലിംസിലൊക്കെ ചോദിക്കാം, എന്താണ് ഈ അമിക്കസ് ക്യൂറി എന്ന് പറയുന്ന സംഭവം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് എൻ അമിക്കസ് ക്യൂറി? കോടതിയുടെ ഫ്രണ്ട് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് അത് എങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ അതൊരു വാർത്ത ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെയുള്ളത് എക്കണോമിക്സിന്റെ വാർത്തയാണ്. എക്കണോമിക്സ് ആയിട്ട് ബിസിനസ് പേജിൽ കൂടുതലും എക്കണോമിക്സ് വാർത്തകളാണ്. ഇതിൽ പലർക്കും വായിച്ചാൽ എല്ലാം മനസ്സിലാവണമെന്നില്ല. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം ട്രേഡ് ഡെഫിസിറ്റ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സിൽ. ഇതും പേടിക്കണ്ട, ഇതിങ്ങനെ പത്രത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ മാറിയും കൂടിയും താഴ്ന്നൊക്കെ വരും. നമ്മൾ ഇതിൽ എടുക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒന്ന്, നമുക്കറിയാം റെമിറ്റൻസ്. ദുബായിൽ നിന്നും നമ്മുടെ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും US എന്നൊക്കെ ആൾക്കാർ പൊതുവേ നമ്മൾ പറയില്ലേ, ഗൾഫിൽ നിന്ന് വരുന്ന മണി റെമിറ്റൻസ് മണിയാണ്, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പൈസ അയക്കുമ്പോൾ റെമിറ്റൻസ് ആണ്. അപ്പോൾ എന്താണ് ഈ ട്രേഡ് ഡെഫിസിറ്റ്? ഈ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്, അത് നമ്മൾ ഇനി ബഡ്ജറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. എന്താണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്, എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ കാണുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക് കൂടെ പഠിക്കും. എന്താണ് ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, CAD? ഇത് ഇടയ്ക്കിടയ്ക്ക് കൂടി കുറഞ്ഞു എന്നൊക്കെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഇതിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതേപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ്.
ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഈ 2 ടോപ്പിക് അറിയണം. എന്തൊക്കെ കാരണം കൊണ്ടാണ് FD കൂടുന്നത്, എന്തൊക്കെ കാരണം കൊണ്ടാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുന്നതെന്നും കൂടെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം എന്നാണ്. പിന്നെ അതേപോലെ തന്നെ പ്രൈവറ്റ് ട്രാൻസ്ഫർ റെസീപ്റ്റ്സ് എന്താണ്. എക്കണോമിക്സ് അറിയില്ലെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ല, അതായത് പഠിച്ചെടുക്കണേ പറ്റുള്ളൂ. ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ചാൻസും കൂടാണ്. ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോഴല്ല നമ്മൾ കാണേണ്ടത്. അതേപോലെ ഇതും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് വരുന്നൊരു ഏരിയ ആണത്. പ്രധാനപ്പെട്ടത് എന്താണ് DGFT എന്ന് പറയുന്നത്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഈ DGFTയുടെ ആക്ടിവിറ്റി എന്താണ്, പ്രിലിംസിന് ഓപ്ഷനായിട്ട് ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റൻ ഓൺ DGFT. അതേപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു വലിയൊരു സംഭവമാണ്. ഇത് എപ്പോഴും ന്യൂസിൽ വരും, നമ്മൾ എന്നാൽ ഇത് പഠിക്കൂല. അതായത് എന്താണ് ഈ പറയുന്ന RODTEP സ്കീം. എവ്രി നൗ ആൻഡ് ദെൻ ദിസ് കം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഞാൻ എന്തായാലും കറണ്ട് അഫയേഴ്സിൽ എടുക്കുന്നുണ്ട്. അത് എന്താണ് ഈ RODTEP എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ബെനിഫിറ്റ്, ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കിയ വളരെ വളരെ നല്ല കാര്യം. നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. RBI ഫ്ലാഗ്സ് ഇറഗുലാരിറ്റീസ് ഇൻ ഗ്രാന്റ് ഓഫ് ഗോൾഡ് ലോൺസ്, പുൾസ് അപ്പ് ലെൻഡേഴ്സ്. സോ ഇതിൽ NBFCs എന്താണെന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്താണ് NBFCs? ബാങ്കുകളല്ല, അപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ഈ NBFC, എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. NBFC കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അറിയില്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക, ഇത് എന്താണെന്ന് കണ്ടെത്താൻ. അതാണ് ഇതിനകത്ത് മേജറായിട്ട് വന്ന കാര്യങ്ങൾ. പിന്നെ ഇന്റർനാഷണൽ വാർത്തകൾ എടുക്കുകയാണെങ്കിൽ അഗെയിൻ റഷ്യൻ ഫോഴ്സസിനെ കുറിച്ച് വാർത്തയുണ്ട്. അമേരിക്ക 567 മില്യനാണ് ഡിഫൻസ് അസിസ്റ്റൻസ് ഫോർ തായ്വാന് ഡിഫൻസ് അസിസ്റ്റൻസ് കൊടുത്തത്. അപ്പൊ അടുത്ത ചോദ്യം ഇവിടെ വരുന്നുണ്ട്, എവിടെയാണ് തായ്വാൻ? ലോകത്തിന്റെ മാപ്പ് എടുത്ത് നോക്കുക. ട്യൂൺ ഇൻ ടു ദ വേൾഡ് മാപ്പ് and try finding and locating where Taiwan is located, because UPSC at times they ask questions on map, so please find out where exactly Taiwan is. അതേപോലെ തന്നെ റുവാണ്ട എവിടെയാണെന്നും കൂടെ കണ്ടുപിടിക്കണം. അവിടെ എബോള പോലെ മാർബർഗ് വൈറസ്. അപ്പൊ എന്താണ് ഈ വൈറസ്? അപ്പൊ അതൊക്കെ ചോദ്യമാണ്. ഈ മാർബർഗ് വൈറസ് ഇപ്പൊ കുറച്ചായിട്ട് മങ്കി പോക്സ് വരുന്നുണ്ട്. എന്താണ് ഈ മാർബർഗ് വൈറസ്? റുവാണ്ട എവിടെയാണെന്നും കൂടെ കണ്ടുപിടിക്കുക മാപ്പിൽ. സോ ദാറ്റ് ഇസ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി ബാക്കിയുള്ള വാർത്ത എന്ന് പറയുന്നത് ഹെസ്ബുള്ള ഇസ്രായേൽ കോൺട്രാക്ട്. ഇത് അങ്ങോട്ട് നമുക്കറിയാം, ഹെസ്ബുള്ള ഈ ലെബനനിലുള്ള ഹെസ്ബുള്ളേനെ ഇസ്രായേൽ അങ്ങോട്ടും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചു കാലം മുന്നേ നിങ്ങൾക്കറിയാം ഹെസ്ബുള്ളക്കാരുടെ പേജറും വോക്കി ടോക്കിയൊക്കെ പൊട്ടിത്തെറിച്ചാൽ ഇസ്രായേലാണ് പുറകിൽ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കണ്ടിന്യൂസ് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു വാർത്തയാണ് നമുക്ക്. ദ കൗൺസിൽ ഓഫ് യൂറോപ്പ് ഓൺ മൺഡേ awarded 2024 റൈറ്റ്സ് പ്രൈസ് ടു വെനസ്വേലൻ ഒപ്പോസിഷൻ ഫിഗർ മറിയ കൊൾറീന മെക്കാഡോയ്ക്ക് പ്രൈസ് കൊടുത്തതായിട്ടുണ്ട്. അപ്പോൾ വെനിസ്വേല എവിടെയാണെന്നൊക്കെ ഏത് സ്ഥലത്താണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊക്കെയാണ് മേജറായിട്ട് വന്ന വാർത്ത. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത്രയൊക്കെ വാർത്തകൾ ഡെയിലി വരുന്നുണ്ട്. നമ്മളിതെല്ലാം കൂടെ ഡെഫിനറ്റ്ലി IAS ഫാക്ടറിന്റെ കറണ്ട് അഫയേഴ്സിന്റെ അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതിലെ മേജർ ടോപ്പിക്കുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഇതിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത് വലിയൊരു സെഷനായി മാറും, അത് വൈബിളും അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ IAS ഫാക്ടറിന്റെ കറണ്ട് അഫയേഴ്സിന്റെ യൂട്യൂബ് വീഡിയോയിൽ കാണുക, അതേപോലെ ആപ്പിൽ കോഴ്സ് കാണുക, അതിൽ എഡിറ്റോറിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഫോളോ അവർ ചാനൽ, ആൻഡ് I am Arjun R. Shankar. സോ അടുത്ത സെഷനായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.